ഹലോ, എന്തൊക്കെയുണ്ട്? ഇന്ന് ബൊഗെയിൻവില്ല ചെടികളെക്കുറിച്ചുള്ളതാണ്. നമ്മുടെ റെയിനി സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ബൊഗെയിൻവില്ല ഏറ്റവും ബെസ്റ്റ് ടൈമാണ് പ്രൂൺ ചെയ്ത് റെഡിയാക്കി വെക്കാനായിട്ട്. അതിന് മനുവറൊന്നും അധികം ഇടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ സാധാരണ കൗടങ്ങും മണ്ണും കൗടങ്ങും കുറച്ച് കൊക്കോപ്പിട്ടും സമ്മറിലായതുകൊണ്ട് ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇനിയിപ്പം ആ മേൽമണ്ണ് മാറ്റി വെച്ച് ഞാൻ ജസ്റ്റ് മണ്ണ് മാത്രം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കൊക്കോപ്പീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ടെറസിൻ്റെ മുകളിൽ പോട്ടിനകത്ത് വെച്ചേക്കുന്നതായതുകൊണ്ട് ഫുള്ള് അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മഴയുള്ള സമയത്ത് ഇത് ബൊഗെയിൻവില്ലയൊക്കെ എൻ്റെ അകത്തൊക്കെ നിറച്ച് പൂക്കളുണ്ട്. പൂക്കളൊന്നും ഇല്ലാതെ നാട്ടിലൊക്കെ പൂക്കളൊന്നും ഇല്ലാണ്ടായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. കാരണം മഴയൊക്കെ അവിടെ ഒത്തിരി ഉണ്ടല്ലോ. ഇവിടെ ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴാണ് ഭയങ്കരമായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ ഞാൻ ഒരു വട്ടം പ്രൂണിങ് ഓൾറെഡി ചെയ്ത് റീപോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഈ പോട്ടിൻ്റെ അടിയിലുള്ള പുല്ലൊക്കെ കിളുത്ത് വന്നതും കുറേ നീണ്ടു നിൽക്കുന്ന പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ബൊഗെയിൻവില്ലയിലെ കൊമ്പുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കും. ഹാർഡ് പ്രൂണിങ് ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കും. ഒത്തിരി നീളം ഉള്ള തണ്ടുകളൊക്കെ ഞാൻ വെട്ടിക്കൊടുക്കും. പക്ഷേ എൻ്റെ അതിലിപ്പോൾ പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് പൂക്കൾ പൊഴിഞ്ഞു പോകുന്നിടം വരെ ഞാൻ വെയിറ്റ് ചെയ്യും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ബൊഗെയിൻവില്ല എങ്ങനെയാണ് ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ബൊഗെയിൻവില്ലയുടെ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ്, എനിക്ക് ഏറ്റവും കൂടുതലുള്ളതും ബൊഗെയിൻവില്ലയാണ്. കാരണം ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലുണ്ട്. എനിക്കിവിടെ ഷെയ്ഡോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള വെച്ചേക്കുന്ന ചെടികളിൽ ഒന്നാണ് നമ്മുടെ ബൊഗെയിൻവില്ല. ഇത് വൈറ്റ് കളറ്, നല്ല ഭംഗിയാണ്. ഞാൻ ഓരോ ദിവസവും രാവിലെ വന്ന് സാധാരണ ചെയ്യുന്നത്. ഇപ്പം മഴയൊക്കെ ആയത് 2-3 മഴയുണ്ടായിരുന്നതുകൊണ്ട് ഇത് ഫുള്ള് കാട് പോലെ കിളുത്ത് വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഫുള്ള് പറിച്ച് നമ്മൾ കളയണം. എന്നിട്ട് പോട്ട് നീറ്റാക്കി വെക്കണം. മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് കിളുക്കും. എനിക്കിപ്പോൾ ഇവിടെ മഴയൊന്ന് തോർന്നിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ഭയങ്കര കട്ടിയായി വളരും. ഇത് ഞാൻ ഇപ്പോഴേ അത് പറിച്ച് കളഞ്ഞില്ലെങ്കിൽ. അപ്പം ഇതൊക്കെ ഒന്ന് നമ്മൾ നീറ്റാക്കി കൊടുക്കുക. വളമൊന്നും എടുത്തില്ല ഇപ്പം ഞാൻ. ജസ്റ്റ് ഇച്ചിരി നീണ്ടൊക്കെ നിൽക്കുന്ന കമ്പുകളുണ്ട്. പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ബൊഗെയിൻവില്ലയാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഇതെൻ്റെ ഒരു പർപ്പിൾ കളറിലേത്. അതുപോലെ നമ്മൾ ഇതൊന്ന് മേൽമണ്ണൊന്ന് ഇളക്കിയിട്ടിങ്ങനെ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഈ റൂട്ട്സിനൊക്കെ ഒന്ന് ബ്രീത്ത് ചെയ്യാനായിട്ട്. എല്ലാം നമ്മൾ റീപോട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കട്ടയൊക്കെ ആയിട്ട് ഇരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് മണ്ണൊന്ന് ഇളക്കി അതിനൊക്കെ ഒന്ന് ബ്രീത്ത് ചെയ്യാം. ഇതിൻ്റെ ഈ കമ്പ് കണ്ടോ, ഇതിനൊരു ചെറിയൊരു വാട്ടോ ഒരു യെല്ലോ കളറൊക്കെ ഇല്ലേ. അപ്പം അത് വെച്ച് ഞാനൊന്ന് ഇച്ചിരി ഒന്ന് വെട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലൊന്നാക്കി കൊടുക്കാനായിട്ട് ഞാനൊന്ന് വെട്ടു, അത്രേ ഉള്ളൂ. എനിക്കിത് ഭയങ്കര അങ്ങ് നീണ്ട് വളരുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാനതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പം അതിൻ്റെ അറ്റമൊക്കെ പൂവുണ്ടെങ്കിലും ഞാൻ ഇച്ചിരി ഒന്ന് വട്ടത്തിലാക്കി കൊടുക്കും. എനിക്ക് ഈ വട്ടത്തിലിങ്ങനെ ഈ ചട്ടിക്കകത്ത് ഇങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടമാണ്, അങ്ങനെ കാണാനായിട്ട്. ഇച്ചിരി വിഷമം ഉണ്ടാക്കുന്ന പരിപാടിയാണ്, എന്നാലും വെട്ടിക്കൊടുക്കുക. കണ്ണു അടച്ചങ്ങ് വെട്ടിക്കൊടുക്കുക. എനിക്ക് ഭയങ്കര സങ്കടമാണ്. പക്ഷേ എന്നാലും എനിക്കത് ഇച്ചിരി റൗണ്ടായിട്ടിരിക്കുന്നതാണ് എനിക്ക് ഇച്ചിരി കൂടെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുക്കും. ഇത് ആദ്യം ഞാൻ വെട്ടുന്നില്ലെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്തു എനിവേ അങ്ങ് വെട്ടിക്കൊടുത്തേക്കാവുന്നു. അല്ല പിന്നെ ഞാൻ ഒന്നും കൂടെ ഒരു ദിവസം ഇതിന് വേണ്ടി മെനക്കെടണം. പിന്നെ ഞാൻ തറ മൊത്തം ക്ലീൻ ചെയ്യണം. ഇതാകുമ്പം ചെയ്യുമ്പോൾ അങ്ങ് ചെയ്യാം അല്ലേ. പിങ്കിഷ് ഷെയ്ഡാണ്. ആദ്യത്തേതൊരു വയലറ്റ് കളറാണിത്. ഇത് വെള്ള, ഇത് ഇച്ചിരി കൂടെ ഒരു പിങ്ക് കളറ്. പിന്നെ ഉള്ളത് ഈ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് പീച്ച്. എനിക്ക് പീച്ചും വൈറ്റുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മൾട്ടി ഷെയ്ഡാണ്. കാണാമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതാദ്യം വിടരുമ്പോൾ അതിനൊരു പിങ്ക് ഷെയ്ഡുണ്ട്. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് അതൊരു ലൈറ്റ് പിങ്ക് വൈറ്റ് കളറായിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ പ്രൂൺ ചെയ്യണം. ഇതൊക്കെ ഒരു 6 years മേലെ ആയ മരമാണത്. ഞാനിത് വെട്ടി ഇങ്ങനെ വിട്ടേക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. കാരണം എനിക്ക് തറയിലൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ചട്ടിക്കകത്തല്ലേ വളർത്തുന്നത്.
പിന്നെ ഉള്ള ഈ ഷെയ്ഡാണ്. ഇത് ഞാൻ കട്ടിങ്സ് വഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നട്ട് പിടിപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഇതും കുറേ നാളായ ചെടിയാണ്, പക്ഷേ അതിൽ ഓൾറെഡി വാടിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് പ്രൂൺ ചെയ്യണം, നന്നായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കും. ഇത് ഓൾറെഡി പൂവൊക്കെ വാടി ഇരിക്കുകയാണ്. ഇതിന് പൂക്കളൊന്നുമില്ല. ഇതും ഞാൻ നന്നായിട്ടൊരു ഇതൊരു പർപ്പിൾ കളർ, നല്ലൊരു ലാവൻഡർ കളറാണിത്. ഇതിൻ്റെ ഇല കണ്ടോ, ഒരു പ്രത്യേക തരമാണ് ഇതിൻ്റെ ഇല. നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ, നല്ല ബുഷിയായിട്ട്. ഇത് പൂക്കളൊക്കെ വരുന്നുണ്ട്, പക്ഷേ എന്നാലും ഞാനൊന്ന് വെട്ടിക്കൊടുക്കും. ഇതൊരു പിങ്ക് നോർമൽ ഈ കളറാണ്, മൾട്ടി ഷെയ്ഡ് പെറ്റലുള്ള ഇതാണ്. ഇതും ഇങ്ങനെ നീണ്ടു പോവാണ്. പൂക്കളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഞാനതൊന്ന് വെട്ടിക്കൊടുക്കും. ഇതിൽ പൂക്കളൊന്നുമില്ല, അപ്പോൾ ഇതും ഒന്ന് നമുക്ക് പ്രൂൺ ചെയ്യാം. ഇതൊക്കെ ഒത്തിരിയും വർഷം, ഒരു 3-4 വർഷം ആയ ചെടിയാണ്. ഇത് തണ്ട് കണ്ടോ, നല്ല മരം പോലത്തെയാണ്. ഇതൊക്കെ ഞാൻ വെട്ടി വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. ഇത് കണ്ടോ, നല്ല ബുഷായിട്ടാണ് ഇതിൻ്റെ ലീഫ്. ഇതും ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്തു. ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് ഞാൻ വേറെ പലരുടെ ചട്ടിക്കകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതും മറ്റേ ഒരു പർപ്പിൾ കളർ ഫ്ലവറാണ്, പക്ഷേ ഇതിൻ്റെ ലീഫിൻ്റെ ഇത് കണ്ടോ, ചെറിയ ഇലകളാണിത്, ചെറിയ ഇലകൾ. പിന്നെ ഇത് ഒരു വെരിഗേറ്റഡ് കാണാമോ നിങ്ങൾക്ക്, ഇലയാണ് ഇതിൻ്റെ. പൂ വന്നിട്ട് ഇത് ഈ പിങ്ക് കളറിലെ പൂക്കളാണ് ഇതിൻ്റെ. ഇതൊക്കെ പ്രൂൺ ചെയ്യാൻ സമയമായി, കാരണം അതിൻ്റെയൊക്കെ നിപ്പത്ര ശരിയല്ല. എല്ലാം ഇലയൊക്കെ ഉണങ്ങിയൊക്കെ നിപ്പുണ്ട്, കമ്പുകളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ചോടൊക്കെ ഒന്ന് നമ്മൾ നീറ്റാക്കി കൊടുക്കണം. ഇതും നല്ല ഒരു പിങ്ക് കളറിലെ ഷെയ്ഡ്, ചെറിയ ലീഫാണ് ഇതിൻ്റെ എല്ലാം. ഇതെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കണം, കാരണം അതൊക്കെ ഒന്ന് ശോഷിച്ചിരിക്കുകയാണ് മഴയത്ത്. ഇത് ഓരോരോ കട്ടിങ്സിൻ്റെ തന്നെ സെയിമാണ്, പക്ഷേ ഇത് ഇച്ചിരി വലിയ നീള പോലെ പോകുന്ന ചെടിയാണിത്. നല്ല വലിയ ലീഫാകുന്നതായത്, ചെറിയ ലീഫല്ല ഇത്. ഇതും കണ്ടോ, ഇത് കുഞ്ഞ് വല്ല ബഞ്ചായിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നല്ലൊരു പർപ്പിൾ കളറാണ് ഇതിൻ്റെ. ഇത് ബുഷ് ആയിട്ട് ഉള്ളതാണ്. ഇതിലിങ്ങനെ ഇങ്ങനെ ഫുള്ള് ബഞ്ചായിട്ട് ഇതിൽ പൂക്കൾ വരും. പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി, എന്നാലും ചെറിയ പൂക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളോടെ നിർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ എന്തായാലും പ്രൂൺ ചെയ്യും ഇപ്പം. അപ്പോഴത്തേക്ക് പിന്നെ അടുത്ത മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കിളുത്ത് വന്നോളൂ. ഇത് ഒരുമാതിരി ഒരു പിങ്കിഷ് കളർ, ഓറഞ്ച് പിങ്കിഷ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ പ്രൂൺ ചെയ്യണം. നീണ്ടു പോകുന്നു. എനിക്കിങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടിലും അതിങ്ങനെ റൗണ്ട് ബുഷിയായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ഓരോ പ്രാവശ്യവും പ്രൂൺ ചെയ്യുമ്പോൾ അതിൻ്റെ കട്ടിങ്സ് നല്ല കമ്പുകളൊക്കെ കിട്ടുന്നതെല്ലാം ഞാനിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കും. അത് മാറ്റി വെക്കുന്നത് ഞാൻ അതിൻ്റെ ഇലയും ഒക്കെ കംപ്ലീറ്റ്ലി സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞേച്ച് കമ്പ് ഒരു ആരോ പോലെ എന്ന് വെച്ചാൽ കുത്തി വെക്കാൻ പോകുന്ന സ്ഥലം ഒരു ആരോ പോലൊക്കെ ആക്കി അത് മൂർച്ചയുള്ള പോലെ ആക്കി ഞാൻ റൂട്ട് ഹോർമോണിനകത്തിലൊക്കെ മുക്കി നമ്മൾ പ്ലാന്റ് ചെയ്യാറുണ്ട്. പിന്നെ ഈ കട്ടിങ്ങും ഇതും എല്ലാം ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ചെയ്തു പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ പിന്നെ പണി കഴിയുമ്പം അവസാനം ക്ലീൻ ചെയ്യലോ എല്ലാം കൂടെ പാടല്ലേ, അതുകൊണ്ട് എളുപ്പം. അങ്ങനെ എല്ലാ ബൊഗൈൻവില്ല ചെടിയുടെയും പ്രൂണിങ്ങും പോട്ടൊക്കെ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയും മഴ പെയ്യുമ്പം തന്നെത്താൻ അതൊക്കെ പൊട്ടിക്കിളിച്ച് വന്നോളും. ഞാൻ ഫുള്ളി ഹാർഡ് പ്രൂണിങ് അങ്ങ് ചെയ്തു. കാരണം ചില ചെടികളൊക്കെ എല്ലാം പലതായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറന്നുപോയി അതാ ആദ്യം വെട്ടിയെന്നൊക്കെ. അപ്പോൾ പിന്നെ എല്ലാം പ്രൂണിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല മുട്ടക്കുട്ടന്മാരായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വളമൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതൊക്കെ പൊട്ടിക്കിളുത്ത് വന്നോളും. പ്രൂൺ ചെയ്ത് കട്ടിങ്സൊക്കെ ഞാനിവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഒരു 8 മാസത്തിന് മുന്നേ, 8 മാസത്തിന് മേലെ ആയെന്ന് തോന്നുന്നു. അതിന് മുന്നേ ഞാനിത് ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ പ്രൂണിങ് ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ എടുത്ത കട്ടിങ്സ് വേര് പിടിപ്പിച്ച് നട്ട് വെച്ചതാണ്. അത് ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ചെറിയൊരു ചെറിയ പോട്ടുകൾ കിട്ടുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതിനകത്തിൽ നട്ട് വെച്ചിട്ട് ഷെയ്ഡിൽ വെച്ചേക്കുമായിരുന്നു. ഇപ്പം വേരൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിതൊക്കെ വലിയൊരു ചട്ടിലോട്ടൊക്കെ ആക്കി ഇവിടെ വെച്ചേക്കുന്നതാണ് തൽക്കാലത്തേക്ക്. ഇത് ഈ ഒന്നും കൂടെയൊക്കെ പ്രൂൺ ചെയ്ത് നന്നായിട്ട് വളമൊക്കെ ഇട്ട് ഇപ്പോഴത്തെ മഴ കഴിഞ്ഞ് ഞാൻ ഈ ഇതുകളെല്ലാം
വേറൊരു ചൂടെ വലിയൊരു ചട്ടിക്കകത്തോട്ട് റീപോട്ടിംഗ് ഒക്കെ ചെയ്ത് ഞാൻ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോകും. ഞാൻ സാധാരണ എൻ്റെ മുകളിലുള്ള ഇതുപോലെ അങ്ങനെയാണ് എനിക്ക് ഇത്രയും ചെടികൾ ബൊഗൈൻവില്ല ഞാൻ എനിക്ക് പോട്ടിനകത്തിൽ ഇങ്ങനെ ഉള്ളത്. ഞാനിതുപോലെ കട്ടിങ്സ് എടുക്കുന്നത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ചെടികളാക്കി എടുക്കുന്നതാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയല്ല. ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫിൻ്റെ വേറൊരു കളക്ഷനാണ്. നല്ല രസമാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട്. അങ്ങനെ വെരിഗേറ്റഡിൻ്റെ എനിക്ക് 2-3 കളേഴ്സുണ്ട്. പീച്ചും റെഡ്, ഇത് കണ്ടോ ഒരു മൾട്ടി കളറാണ് ഇത്, പിങ്കും വൈറ്റും കൂടെ ഷെയ്ഡുള്ളത്. അതും വെരിഗേറ്റഡ് ലീഫാണ്. നല്ല ഭംഗിയാണ് ഇത് ഫുള്ള് പൂക്കളൊക്കെ ആയിട്ടിരിക്കുന്നത് കാണാനായിട്ട്. പിന്നെ വൈറ്റും പീച്ചുമാണ് എനിക്ക് കൂടുതലും ഉള്ളത്. ഇതും അതുപോലൊരു വെരിഗേറ്റഡ് ലീഫാണ്. നല്ല റെഡ് കളറാണ് ഇതിൻ്റെ പൂക്കൾ. നല്ല ഭംഗിയാണ്. ഇതൊക്കെ പൂവായി വരുന്നതേ ഉള്ളൂ. എനിക്ക് ചിലതിൻ്റെ ഒന്നും കളേഴ്സ് അറിയത്തില്ല. ഞാൻ നട്ടപ്പം ചട്ടിയിലൊക്കെ എഴുതി വെച്ചായിരുന്നു. പക്ഷേ മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാഞ്ഞു പോയി. ഇപ്പോൾ കളർ ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇനിയും പൂക്കളൊക്കെ വന്നാലേ അറിയത്തുള്ളൂ. ഇതൊക്കെ ഒരു ചെറിയ കമ്പ് നട്ടതാണ്. അത് ഇങ്ങനെ മുകളിലോട്ട് കിളുത്തു പോകുന്നത്. അതൊക്കെ ഇനിയും പ്രൂൺ ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. വെയിലുള്ളപ്പോൾ പ്രൂൺ ചെയ്താൽ വാടിപ്പോവെന്ന് പേടിച്ചാണ് ഞാൻ തൊടാതെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇതുണ്ട്, അധികം ബലമൊന്നുമില്ല. ഇത് പുത്തൻ ഇങ്ങനെ കട്ടിങ്സൊക്കെ വെച്ച് വേര് പിടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തൊട്ടാൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് അനക്കാതെ അവിടെ വെച്ചേക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലാണ്ട് പ്രൂണിങ് ഒന്നും ചെയ്തിട്ടില്ല. ഭയങ്കര സ്ലോ ആണ് ഈ ബൊഗൈൻവില്ല പിടിപ്പിച്ചെടുക്കാനായിട്ട്. അതിൻ്റെ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആണ്. വെള്ളം കൂടിയാലും കുഴപ്പമാണ്, വെള്ളം കുറഞ്ഞാലും കുഴപ്പമാണ്. അതുകൊണ്ട് വേര് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ബൊഗൈൻവില്ല. എനിക്ക് ഫ്ലവറിങ് പ്ലാന്റ്സാണോടാണ് കൂടുതൽ താല്പര്യം. എന്നാൽ മറ്റേ ചെടികളും ഉണ്ട് എനിക്ക്, എന്നല്ല കൂടുതലും ഇഷ്ടം എനിക്ക് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാനാണ് ഇഷ്ടം, ഗാർഡൻ. അപ്പോൾ ഇതെല്ലാം ഇനിയും പ്രൂൺ ചെയ്ത് ഈ മഴ കഴിഞ്ഞ് ഒന്നുകൂടെ വളമൊക്കെ ഇട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോകും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.